നമസ്കാരം, ഈസി അക്കൗണ്ട്സിലേക്ക് സ്വാഗതം. ഞാൻ എടുക്കാൻ പോകുന്നത് ബികോം 6th സെമസ്റ്ററിലെ അപ്ലൈഡ് കോസ്റ്റിംഗ് എന്ന സബ്ജക്റ്റ് ആണ്. അതിൽ മൊഡ്യൂൾ 2A ആയിട്ടുള്ള പ്രോസസ് കോസ്റ്റിംഗ് ആണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ ഇല്ലുസ്ട്രേഷൻ 8ന്റെ സെക്കൻഡ് പാർട്ടാണ് നമ്മൾ പറയുന്നത്. ഫസ്റ്റ് പാർട്ട് നമ്മൾ ഇതിന് മുന്നേ ചെയ്തിരുന്നു. അപ്പോൾ ഇന്ന് സെക്കൻഡ് പാർട്ടാണ് ചെയ്യുന്നത്. സെക്കൻഡ് പാർട്ടിൽ നമ്മൾ വരയ്ക്കാനുള്ള എന്തൊക്കെയാണ്? പ്രോസസ് ബി അക്കൗണ്ടും ഫിനിഷ്ഡ് സ്റ്റോക്ക് ഓഫ് പ്രോസസ് ബി അക്കൗണ്ടാണ് നമുക്ക് വരയ്ക്കേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ പ്രോസസ് ബി അക്കൗണ്ട് നോക്കാം. അപ്പോൾ നോക്കിയേ, അപ്പോൾ നമുക്കിവിടെ പ്രോസസ് എയിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? പ്രോസസ് ബിയിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതായിരിക്കണം പ്രോസസ് ബിയിൽ ഫസ്റ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് എഴുതാം. അപ്പോൾ ഇത് പ്രോസസ് എയിൽ നിന്നും ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട് നമ്മൾ എഴുതേണ്ടത് പ്രോസസ് എ. അപ്പോൾ നോക്കിയാൽ നമ്മളുടെ ഫിനിഷ്ഡ് സ്റ്റോക്ക് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ പ്രോസസ് ബി എന്ന് പറഞ്ഞിട്ട് നമ്മൾ 39,000 യൂണിറ്റും അത് മൊത്തം 49,733 രൂപ എമൗണ്ട് നമ്മൾ കാണിച്ചിരുന്നു. അപ്പോൾ അത് നമ്മൾ പ്രോസസ് ബി അക്കൗണ്ടിൽ വരുമ്പം ഡെബിറ്റ് സൈഡിലാണ് വരേണ്ടത്. അപ്പോൾ അത് എവിടെ നിന്ന് ട്രാൻസ്ഫർ ചെയ്യുന്നത്? പ്രോസസ് എയിൽ നിന്നായതുകൊണ്ട് നമ്മൾ പ്രോസസ് എ എന്ന് എഴുതി, യൂണിറ്റ് എഴുതുക 40,000. എമൗണ്ട് എത്രയായിരുന്നു? 49,733. ഇനി നമുക്ക് പ്രോസസ് ബിയുടെ കോസ്റ്റുകളെല്ലാം എഴുതാം. ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് പ്രോസസ് ബിയുടെ എന്താണ് അതർ മെറ്റീരിയൽ എന്ന് പറഞ്ഞിട്ട് എത്രയാണ്? 5,000 എമൗണ്ട് തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് എഴുതാം അതർ മെറ്റീരിയൽ എമൗണ്ട് 5,000. ഇവിടെ യൂണിറ്റ് തന്നിട്ടില്ല, എമൗണ്ട് മാത്രമാണ് തന്നിരിക്കുന്നത്, അത് എഴുതാം. ഇനി ഡയറക്റ്റ് ലേബർ 8,000. ഡയറക്റ്റ് ലേബർ എമൗണ്ട് 8,000. ഇനി എന്താണ്? ഡയറക്റ്റ് എക്സ്പെൻസസ് 1,500. ഡയറക്റ്റ് എക്സ്പെൻസസ് 1,500. ഓക്കെ, അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന കോസ്റ്റുകളെല്ലാം നോക്കിയാൽ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് പ്രോസസ് ബിയുടെ നമ്മൾ പ്രതീക്ഷിക്കുന്ന ലോസ് എന്താണ്? അല്ലെങ്കിൽ നോർമൽ ലോസ് എന്തായിരുന്നു? 10% ആണ് അല്ലേ? അപ്പൊ നോക്കിയാൽ നമുക്കിവിടെ മൊത്തം 40,000 യൂണിറ്റ് ആണ് പ്രോസസ് ബിയിലോട്ട് വന്നിട്ടുള്ളത്. ഈ 40,000 യൂണിറ്റിൽ 10% നമ്മൾ പ്രതീക്ഷിക്കുന്ന ലോസ് ആണ് എന്ന് പറയുമ്പോൾ 40,000ന്റെ 10% 4,000 നോർമൽ ലോസ് ആണ്. നമ്മൾ നോർമൽ ലോസ് സംഭവിച്ചാൽ അത് നമ്മൾ സ്ക്രാപ്പ് വാല്യൂല്, അതായത് ആ ഗുഡ്സിനെ നമ്മൾ സ്ക്രാപ്പ് വാല്യൂല് വിൽക്കുന്നത് കൊണ്ട് നമുക്ക് എന്ത് കാണിക്കാം? അത് ക്രെഡിറ്റ് സൈഡിൽ കാണിക്കാം. അപ്പൊ എഴുതുക നോർമൽ ലോസ്. നോർമൽ ലോസ് എത്രയായിരുന്നു? നമ്മുടെ യൂണിറ്റ് 40,000ന്റെ 10% എന്ന് പറയുമ്പോൾ യൂണിറ്റ് 4,000 കിട്ടി. അപ്പൊ നമുക്കിവിടെ നോർമൽ ലോസ് 4,000 കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഈ നോർമൽ ലോസിന്റെ എമൗണ്ട് കണ്ടുപിടിക്കണം. അതായത് ഇവിടെ പറയുന്നുണ്ട് ഇവിടെ അങ്ങനെ വേസ്റ്റേജ് സംഭവിച്ചാൽ, നോർമൽ ലോസ് സംഭവിച്ചാൽ നമുക്കിവിടെ സ്ക്രാപ്പ് വാല്യൂല് വിൽക്കാം. അതായത് ഇവിടെ പറയുന്ന പ്രോസസ് ബിയിൽ 100 യൂണിറ്റിന് 50 രൂപ വെച്ചിട്ട് വിൽക്കാന്ന് പറയുന്നു. അപ്പൊ നോക്കിയാൽ ഇവിടെ മൊത്തം 4,000 യൂണിറ്റ് ആണുള്ളത്. 100 യൂണിറ്റ് 50 രൂപയ്ക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെയാണ്? 4,000 ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു 50. ഓക്കെ, അപ്പൊ നമുക്ക് എത്ര കിട്ടും? 2,000 രൂപ കിട്ടും. അപ്പൊ എമൗണ്ട് എഴുതാൻ നമുക്ക് 2,000. നോക്കിയേ, ഇനി എന്താ ചെയ്യേണ്ടത്? ഇനി നമുക്കിവിടെ ഫിനിഷ്ഡ് സ്റ്റോക്ക് ആണ് എഴുതേണ്ടത്. ഇപ്പൊ ഫിനിഷ്ഡ് സ്റ്റോക്ക് ഇവിടെ എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? ഇവിടെ പറയുന്നുണ്ട് 36,500 ആണ് പ്രോസസ് ബിയുടെ ഔട്ട്പുട്ട്. അപ്പൊ നമുക്ക് എഴുതാം ഫിനിഷ്ഡ് സ്റ്റോക്ക്. ഇപ്പൊ ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ് ഫിനിഷ്ഡ് സ്റ്റോക്ക് നമ്മൾ, അല്ലെങ്കിൽ ലാസ്റ്റ് ഔട്ട്പുട്ട് നമ്മൾ എപ്പോഴും കുറച്ച് സ്പേസ് ഇട്ടിട്ട് വേണം എഴുതാൻ. ഫിനിഷ്ഡ് സ്റ്റോക്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് എത്രയാണ് ഔട്ട്പുട്ട്? 36,500 ആണ് ഔട്ട്പുട്ട്. എപ്പോഴും ചെയ്യുന്ന പോലെ നമുക്കിനി പെർ യൂണിറ്റ് കണ്ടുപിടിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? എമൗണ്ട് എഴുതാൻ പറ്റൂ. അപ്പം എങ്ങനെ കണ്ടുപിടിക്കാന്ന് ചോദിച്ചാൽ നമ്മളുടെ എന്താണ് കോസ്റ്റ് എല്ലാം കൂടെ കൂട്ടുക. ഈ കോസ്റ്റ് എല്ലാം കൂടെ കൂട്ടിയതിന് ശേഷം അതിൽ നിന്ന് നമുക്ക് കിട്ടിയ ഒരു ഗെയിൻ ഉണ്ടല്ലോ, 2,000 കുറയ്ക്കുക. അപ്പം നമുക്ക് ആക്ച്വൽ കോസ്റ്റ് അല്ലെങ്കിൽ നോർമൽ കോസ്റ്റ് ഓഫ് ഔട്ട്പുട്ട് കിട്ടും. അതേ ഡിവൈഡ് ബൈ നോർമൽ ഔട്ട്പുട്ട് ചെയ്യാം. അപ്പോൾ നോക്കിയേ, ഇവിടുത്തെ കോസ്റ്റ് എല്ലാം എന്ന് പറയുമ്പോൾ 49,733, 5,000, 8,000, 1,500 ഇതെല്ലാം കൂടെ കൂട്ടുക. അപ്പം നമുക്കിവിടെ ഈ കോസ്റ്റ് എല്ലാം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്നത് 64,233 ആണ്. ഈ കോസ്റ്റിൽ നിന്ന് നമുക്ക് എന്ത് കുറയ്ക്കാം? നമുക്ക് ഈ ഒരു എന്താണ് നോർമൽ ലോസിൽ നിന്നുണ്ടായ ആ ഒരു വേസ്റ്റേജ് അല്ലെങ്കിൽ അത് സ്ക്രാപ്പ് വാല്യൂ ആയിട്ട് നമുക്ക് 2,000 കിട്ടി. ആ 2,000 കുറയ്ക്കാം. കുറയ്ക്കുമ്പോൾ എത്ര കിട്ടും? 62,233 കിട്ടും. ഓക്കെ, ഈ 62,233 എന്ന് പറയുന്ന കോസ്റ്റിനെ നമ്മൾ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യുക? നമ്മളുടെ നോർമൽ ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ 40,000 ആയിരുന്നു നമ്മുടെ ഔട്ട്പുട്ട്. അതിൽ നിന്നും എത്ര കുറഞ്ഞു? 4,000 ഔട്ട്പുട്ട് കുറഞ്ഞു. ബാക്കി 36,000 യൂണിറ്റേ ഉള്ളൂ. ആ 36,000 കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്യുക. ഓക്കെ,
അപ്പം നമുക്ക് എന്ത് കിട്ടും? നമ്മളുടെ പെർ യൂണിറ്റ് കിട്ടും. അങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 1.73 പെർ യൂണിറ്റ് കിട്ടും. അതായത് ഈ 36,500-നെ 1.73 കൊണ്ട് ഗുണിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എമൗണ്ട് കിട്ടും. അതായത് 62,097 രൂപ കിട്ടും. ഓക്കെ, അപ്പം 62,223 പറഞ്ഞാൽ എന്താണ്? ഈ കോസ്റ്റിൽ നിന്നും നമ്മളുടെ ഈ ഒരു എന്താണ് സ്ക്രാപ്പ് വാല്യൂ നിന്ന് കിട്ടിയത് കുറച്ചിട്ട് നമ്മുടെ ആക്ച്വൽ ലോസ്, നമ്മുടെ ആക്ച്വൽ കോസ്റ്റ് ആണ് നമ്മൾ കണ്ടുപിടിച്ചത്, നോർമൽ കോസ്റ്റ് ആണ് കണ്ടുപിടിച്ചത്. അതിൽ നിന്ന് നോർമൽ ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ ആദ്യത്തെ ഔട്ട്പുട്ടിൽ നിന്നും നമുക്ക് ലോസ് ആയത് കുറയ്ക്കുക. അപ്പോൾ 36,000 കിട്ടി. ഇത് തമ്മിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് എന്ത്? 1.73. ഈ 1.73 കൊണ്ട് നമ്മളുടെ ഫൈനൽ ഔട്ട്പുട്ടിനെ ഗുണിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? എത്ര രൂപയുടെ ഫൈനൽ ഔട്ട്പുട്ട് നമുക്ക് കിട്ടിയെന്ന് മനസ്സിലായി. ഓക്കെ, ഇനി നോക്കിയാൽ നമുക്കിത് ടാലി ചെയ്യുമ്പോൾ നമ്മൾ നോക്കേണ്ടത്, ഇവിടെ നോക്കിയേ 36,500-ഉം 4,000. അപ്പൊ ഇവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്? ഇവിടെ 40,000-ഉം ഇവിടെ എന്ന് പറയുമ്പം 40,500 വരുന്നത് അല്ലേ? 40,000 ഉള്ളൂ. അപ്പൊ ഇവിടെ ഏതാണ് കൂടി നിൽക്കുന്നത്? ക്രെഡിറ്റ് ആണ്. അപ്പൊ നമുക്ക് എഴുതാം 40,500 ടോട്ടലി എഴുതാം. ഓക്കെ, ഈ 40,500-ലെ 500, അതായത് ക്രെഡിറ്റ് സൈഡ് കൂടി ഡെബിറ്റ് സൈഡ് കുറഞ്ഞാൽ ആ ഡിഫറൻസ് എന്തായിരിക്കും? അബ്നോർമൽ ഗെയിൻ ആണ്. അപ്പൊ നമുക്ക് ആ 500 ഇവിടെ എഴുതിയിട്ട് അതിന് നേരെ എഴുതാം അബ്നോർമൽ ഗെയിൻ. ഓക്കെ, ഇനി എത്ര രൂപയുടെ അബ്നോർമൽ ഗെയിൻ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അതിലൊരു ഇക്വേഷൻ ഉണ്ട്. ഇക്വേഷൻ ഇത്രയേ ഉള്ളൂ. നമ്മളുടെ ഈ കോസ്റ്റ് നോർമൽ കോസ്റ്റ് ഓഫ് നോർമൽ ഔട്ട്പുട്ട്, അതായത് 62,223 ഡിവൈഡഡ് ബൈ നോർമൽ ഔട്ട്പുട്ടായ 36,000 ഇൻറ്റു നമ്മുടെ എന്താണ് യൂണിറ്റ് ഓഫ് അബ്നോർമൽ ഗെയിൻ. യൂണിറ്റ് ഓഫ് അബ്നോർമൽ ഗെയിൻ എത്ര? 500. അത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന എത്രയാണ്? 864. ഇക്വേഷൻ എന്താണ്? നോർമൽ കോസ്റ്റ് ഓഫ് നോർമൽ ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ നോർമൽ ഔട്ട്പുട്ട് ഇൻറ്റു യൂണിറ്റ് ഓഫ് അബ്നോർമൽ ഗെയിൻ. അപ്പോൾ എമൗണ്ട് നമുക്ക് എഴുതാം 864. ഓക്കെ, ഇനി നമുക്ക് ടാലി ആവും. ഇവിടെ എത്ര വരും? 65,097 വരും. ഇവിടെയും സെയിം തന്നെ വരും, 65,097. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ പ്രോസസ് ബി അക്കൗണ്ട്. ഇല്ലെങ്കിൽ നിങ്ങൾ ഈ ക്രെഡിറ്റ് സൈഡ് കൂട്ടിയിട്ട് ഡെബിറ്റ് സൈഡ് കുറയുമ്പോഴേ കിട്ടും. പക്ഷെ നമ്മൾ കാൽക്കുലേഷനിൽ കാണിക്കണം. അതുകൊണ്ട് നമ്മൾ അബ്നോർമൽ ലോസ് കണ്ടുപിടിക്കേണ്ടത്, അബ്നോർമൽ ഗെയിൻ കണ്ടുപിടിക്കേണ്ടത് എല്ലാ ഇക്വേഷൻ എന്താണ്? നോർമൽ കോസ്റ്റ് ഓഫ് നോർമൽ ഔട്ട്പുട്ട് ഡിവൈഡ് ബൈ നോർമൽ ഔട്ട്പുട്ട് ഇൻറ്റു യൂണിറ്റ് ഓഫ് അബ്നോർമൽ ഗെയിൻ ചെയ്യുമ്പോൾ നമുക്ക് അബ്നോർമൽ ഗെയിൻ്റെ എമൗണ്ട് കിട്ടും. അതിൻ്റെ അബ്നോർമൽ ലോസ് ആണെങ്കിൽ നമ്മൾ എന്താണ്? നോർമൽ കോസ്റ്റ് ഓഫ് നോർമൽ ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ നോർമൽ ഔട്ട്പുട്ട് ഇൻറ്റു യൂണിറ്റ് ഓഫ് അബ്നോർമൽ ലോസ് എന്ന് ചെയ്യുമ്പോൾ നമുക്ക് അബ്നോർമൽ ലോസിൻ്റെ എമൗണ്ടും കിട്ടും. ഓക്കെ, അപ്പോൾ പ്രോസസ് ബി അക്കൗണ്ട് കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് വരയ്ക്കണം? ഫിനിഷ്ഡ് സ്റ്റോക്ക് അക്കൗണ്ട് ഓഫ് പ്രോസസ് ബി അക്കൗണ്ട് വരയ്ക്കണം. അത് നമുക്ക് നോക്കാം. അപ്പോൾ നോക്കിയേ, നമ്മൾ ഫിനിഷ്ഡ് സ്റ്റോക്ക് പ്രോസസ് ബി അക്കൗണ്ട് ആണ്. അപ്പോൾ ആദ്യം തന്നെ പ്രോസസ് ബിയുടെ ഫിനിഷ്ഡ് സ്റ്റോക്കിൽ ഓപ്പണിംഗ് തന്നിട്ടുണ്ട്. നമുക്കിവിടെ തന്നിരിക്കുന്നത് എന്താണ്? ഓപ്പണിംഗ് എന്ന് പറയുന്നത് 5,000 ആണ്. നമുക്ക് ആദ്യം തന്നെ അത് എഴുതാം. എഴുതിക്കേ, ഓപ്പണിംഗ് സ്റ്റോക്ക് യൂണിറ്റ് ആണ് എന്ത്? 5,000. നോക്കിയേ, ഇവിടെ ഒരു സ്റ്റോക്കിന് പെർ യൂണിറ്റ് 1.60 എന്ന് പറയുന്നുണ്ട്. അപ്പോൾ 5,000 ഇൻറ്റു 1.60 എന്ന് പറയുമ്പോൾ എമൗണ്ട് എത്ര വരും? 8,000 വരും. ഓക്കെ, ഇനി അടുത്ത് നോക്കിയേ, അപ്പം ഈ തൊട്ട് താഴെ കിടക്കുന്നത് ക്ലോസിംഗ് ആണ്. അപ്പം ആ 8,000 ആണ് ഇതെന്ന് വിചാരിക്കരുത്. നമുക്കിവിടെ യൂണിറ്റ് ആണ് 5,000 8,000 എന്നൊക്കെ തരുന്ന യൂണിറ്റ് ആണ്. എന്നിട്ട് ഈ 8,000 എങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചാൽ 5,000 ഇൻറ്റു ഇവിടെ ക്വസ്റ്റ്യനിൽ പറയുന്നത് വാല്യൂ സ്റ്റോക്ക് പെർ യൂണിറ്റ് ഓൺ April 1 1.6 എന്ന് പ്രോസസ് ബി ഇടത്. അപ്പോൾ 5,000 ഇൻറ്റു 1.6 ആണ് ഈ 8,000. ഇനി നമുക്ക് എന്ത് ചെയ്യണം? നമ്മളുടെ പ്രോസസ് ബിയിൽ നിന്നും നമ്മൾ ഫിനിഷ്ഡ് സ്റ്റോക്കിലോട്ട് മാറ്റിയിരിക്കുന്നത് നമുക്കിവിടെ എഴുതാം. അപ്പോൾ നോക്കിയേ, പ്രോസസ് ബിയിൽ നിന്ന് മാറ്റിയിരിക്കുന്ന എത്രയായിരുന്നു? 36,500 യൂണിറ്റ് 63,097 എമൗണ്ടുമാണ്. അപ്പോൾ നമുക്കത് എഴുതാം. അപ്പോൾ അത് പ്രോസസ് ബിയിൽ നിന്ന് മാറ്റിയത് കൊണ്ട് നമുക്ക് എഴുതണം പ്രോസസ് ബി. യൂണിറ്റ് എത്രയായിരുന്നു? 36,500. എമൗണ്ട് എത്രയാണ്? 63,097. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ക്ലോസിംഗ് സ്റ്റോക്ക് വേണം എഴുതാൻ. ക്ലോസിംഗ് സ്റ്റോക്ക് എഴുതുമ്പോൾ താഴെയായിട്ട് എഴുതാൻ പാടുള്ളൂ ബാലൻസ് ക്യാരി ഡൗൺ. എത്രയാണ് ബാലൻസ് ക്യാരി ഡൗൺ ആയിട്ടുള്ളത്? 8,000 നമ്മളുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ നോക്കിയേ, നമുക്കിനി യൂണിറ്റ് മാത്രം ക്ലോസ് ചെയ്യുമ്പം ഇവിടെ 36,500, ഇവിടെ എത്ര ഉണ്ട്? 5,000 ഉണ്ട്. അതായത് 41,500 ആണ് നമ്മളുടെ മൊത്തമുള്ള യൂണിറ്റ്. ഓക്കെ, 41,500.
അപ്പോൾ പ്രോസസ് ബിയിൽ നിന്നും മൊത്തം ഇവിടെ ഇപ്പോൾ എത്ര ഉണ്ട്? നമ്മുടെ ഫിനിഷ്ഡ് സ്റ്റോക്കിൽ 41,500 യൂണിറ്റ് ഉണ്ട്. അതിൽ 8,000 യൂണിറ്റ് ക്ലോസ് സ്റ്റോക്ക് ഉണ്ട്. ബാക്കിയെ നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളൂ? ഇവിടെ നമ്മളുടെ ഗുഡ്സ് വിൽക്കുന്നുള്ളൂ. അപ്പോൾ ബാക്കി ഗുഡ്സ് എന്ന് പറയുമ്പോൾ ഈ 41,500 നിന്ന് 8,000 പോയിട്ട് 33,500 മാത്രമേ നമ്മൾ വിറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് എഴുതാം ഗുഡ്സ് സോൾഡ്. ഓക്കെ, ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? എമൗണ്ട് കണ്ടുപിടിക്കാം. എമൗണ്ട് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. എന്ത് ചെയ്യുക? നമ്മളുടെ ഈ കോസ്റ്റ് കൂട്ടുക. കോസ്റ്റ് കൂട്ടുമ്പോൾ വരുന്നത് 71,097 വരും. അപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കുന്നതെന്ന് ചോദിച്ചാൽ ഇങ്ങോട്ട് ചെയ്യാം. 71,097 ഡിവൈഡഡ് ബൈ യൂണിറ്റ് എത്രയാണ്? 41,500 ഇൻറ്റു നമ്മളുടെ യൂണിറ്റ് എത്രയാണ്? 33,500 എന്ന് ചെയ്യുമ്പം നമുക്ക് എന്ത് ചെയ്യും? ഇവിടുത്തെ എമൗണ്ട് കിട്ടും. എത്രയാണ്? നമ്മളുടെ കോസ്റ്റ് ഡിവൈഡഡ് ബൈ നോർമൽ ഔട്ട്പുട്ടായ 41,500 ഡിവൈഡ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ആ നമ്മൾ വിൽക്കാൻ പോകുന്ന ഗുഡ്സ് ഗുണിക്കണം. അപ്പം നമുക്ക് എത്ര കിട്ടുമെന്ന് വെച്ചാൽ 57,392 കിട്ടി. ഇനി ക്ലോസിങ്ങിൻ്റെ എമൗണ്ട് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലോസിങ്ങിൻ്റെ യൂണിറ്റ് അറിയാം. എമൗണ്ട് കണ്ടുപിടിക്കാനും ഇതേ സെയിം കാര്യം തന്നെയാണ്. ഈ കോസ്റ്റ് ഡിവൈഡ് ബൈ യൂണിറ്റ് ഇൻറ്റു നമ്മളുടെ ക്ലോസിംഗ് ആയിട്ടുള്ള 8,000 ഗുണിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? ക്ലോസിങ്ങിൻ്റെ എമൗണ്ട് കിട്ടും 13,705. നമുക്കിനി ടോട്ടൽ ചെയ്യുമ്പോൾ ഇവിടെ എന്ത് കിട്ടും? 71,097. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഇതെന്താണ്? ഫിനിഷ്ഡ് സ്റ്റോക്ക് പ്രോസസ് ബി അക്കൗണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ പ്രോസസ് ബി അക്കൗണ്ടും ഫിനിഷ്ഡ് സ്റ്റോക്ക് പ്രോസസ് ബി അക്കൗണ്ട്. അപ്പോൾ പ്രോസസ് ബി അക്കൗണ്ടും നമ്മുടെ ഈ ഒരു ഫിനിഷ്ഡ് സ്റ്റോക്ക് പ്രോസസ് ബി അക്കൗണ്ടൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളുടെ ഇല്ലുസ്ട്രേഷൻ 8 കഴിഞ്ഞു. അപ്പോൾ ഇതിൻ്റെ പാർട്ട് 1 ഉണ്ടായിരുന്നു. നമ്മളത് വേറെ വീഡിയോ ആയിട്ടാണ് ചെയ്തത്. അപ്പോൾ നമുക്കിനി ബാക്കി ഇല്ലുസ്ട്രേഷൻസ് ആയിട്ട് എന്ത് ചെയ്യാം? മറ്റൊരു വീഡിയോയിലൂടെ കാണാം.